الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. അർഹമുർറാഹിമായ അൽ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹ്, ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് ഞങ്ങൾ ചൊല്ലിയ അദ്കാറിനെയും സ്വലാത്തിനെയും ഞങ്ങൾ ഓതിയ ഫാത്തിഹകൾ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി യാസീൻ എല്ലാറ്റിനെയും നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ബഹുമാനപ്പെട്ട ഹദ്റത്തിലേക്ക് നീ ചേർത്തണേ തമ്പുരാനെ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ അർവാഹുകളിലേക്ക് ചേർത്തണേ തമ്പുരാനെ. പ്രത്യേകിച്ച് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ടവരുടെ റൂഹിലേക്ക് നീ ചേർത്തണേ തമ്പുരാനെ. പഠിച്ചോനെ, ഇവിടെ ചുറ്റുഭാഗത്ത് മറവിട്ട് കിടക്കുന്ന സ്വാലിഹീങ്ങളുടെ അർവാഹിലേക്ക് ചേർത്തണേ തമ്പുരാനെ. പഠിച്ചോനെ, ഇതിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആന നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആന നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് തെറ്റുകൾ ഞങ്ങളൊക്കെ ചെയ്തു പോയി. ഈ പരിശുദ്ധമായ കാര്യങ്ങളൊക്കെ മുൻനിർത്തി, ബഹുമാനപ്പെട്ടവരെ മുൻനിർത്തി, സ്വാലിഹീങ്ങളായ ഇവരോട് കൂടെ വന്ന ബഹുമാനപ്പെട്ട മഹാന്മാരെ മുൻനിർത്തി, പരിശുദ്ധ ഖുർആനെ മുൻനിർത്തി എന്നോട് ഞങ്ങൾ ദുആഇർക്കുന്നു. പഠിച്ചോനെ, ഞങ്ങളെ ദോഷം പുറത്തു തരണേ തമ്പുരാനെ. എല്ലാ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും നിന്റെ മഹ്ദ് ഫദ്ല് കൊണ്ട് പുറത്തു തരണേ തമ്പുരാനെ. ദോഷം കാരണമായി ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുതേ റബ്ബേ. രോഗം തന്ന് പരീക്ഷിക്കരുതേ റഹ്മാനെ. രോഗം തന്ന് പരീക്ഷിക്കരുതേ റഹ്മാനെ. മാരകമായ രോഗം വരാതെ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. പഠിച്ചോനെ, ക്ഷമിക്കാൻ കഴിയാത്ത ചെറിയ രോഗമായാലും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത രോഗം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ തമ്പുരാനെ. പഠിച്ചോനെ, ക്യാൻസറിന്റെയും കിഡ്നിയുടെ അസുഖങ്ങളുടെയും മറ്റുള്ള വലിയ വലിയ രോഗങ്ങളുടെയും അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അല്ലാഹുവേ, നിനക്ക് ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയല്ല ഞങ്ങൾ ദുആ ചെയ്യുന്നത്, പരിശുദ്ധ ഖുർആൻ ഓതിയല്ല ദുആ ചെയ്യുന്നത്. അത്തരം രോഗാണുക്കളെ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീ എടുത്തു കളയണേ തമ്പുരാനെ. പഠിച്ചോനെ, രോഗികൾക്കൊക്കെ നീ ശിഫ നൽകണേ തമ്പുരാനെ. അത്തരം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസറുകളെ കൊണ്ട്, മറ്റുള്ള രോഗങ്ങളെ കൊണ്ട്, ശരീരമാസകലം ചൊറി കൊണ്ട്, ശരീരമാസകലം വേദനിക്കുന്നത് കൊണ്ട്, അങ്ങനെ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത ഞങ്ങൾക്ക് പറയുന്നതും അറിയാത്തതുമായ വ്യത്യസ്തമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. റഹ്മാനായ റബ്ബേ, എല്ലാവർക്കും നീ ശിഫ നൽകണേ തമ്പുരാനെ. എല്ലാവർക്കും നീ ശിഫ നൽകണേ തമ്പുരാനെ. എല്ലാവർക്കും നീ ശിഫ നൽകണേ തമ്പുരാനെ. ഏത് ഡോക്ടർമാര് കൈയൊഴിഞ്ഞാലും ഞങ്ങളെ നീ കൈയൊഴിയരുതേ തമ്പുരാനെ. പഠിച്ചോനെ, നീ ഞങ്ങളുടെ റബ്ബാണ്, നിനക്ക് കഴിയാത്തതൊന്നുമില്ലേ റബ്ബേ. ഈ മഹത്തുക്കളെ മുൻനിർത്തി നിന്നോട് ഞങ്ങൾ ദുആ ചെയ്യുന്നു. ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പഠിച്ചോനെ, മരിക്കുന്നത് വരെ ആഫിയത്തിനെ നിലനിർത്തി തരണേ തമ്പുരാനെ. മരിക്കുന്നത് വരെ ആഫിയത്തിനെ നിലനിർത്തി തരണേ തമ്പുരാനെ. ആഫിയത്ത് പോവാൻ പ്രായത്തിന്റെ പരിധിയില്ല,
വലിയവനും ചെറിയവനും ഇന്ന് ആരോഗ്യമുള്ളവൻ നാളെ കടന്നു പോകുന്നത് ഞങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാടുണ്ട്. റഹ്മാനായ റബ്ബേ, മരിക്കുന്നത് വരെ ആഫിയത്തിന് നിലനിർത്തി തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള, മരണം വരെ നിസ്കരിക്കാനുള്ള ആഫിയത്ത് തരണേ തമ്പുരാനെ. മരിക്കുന്നത് വരെ നോമ്പ് നോൽക്കാനുള്ള ആഫിയത്ത് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മുന്നിലൂടെ ഒരു ബാങ്ക് കൊടുത്ത് അടുത്തൊരു ബാങ്കിന്റെ ഇടയിൽ, ഈ ബാങ്കിന്റെ ഇടയിൽ നിസ്കരിക്കാൻ കഴിയാത്ത ഒരു രോഗമോ പ്രയാസങ്ങളോ വന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കരുതേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നിസ്കാരത്തിന് നിലനിർത്തുന്നവരിൽ ചേർത്തണേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ സയ്യിദായ റബ്ബേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സന്തോഷത്തിൽ ഞങ്ങൾക്ക് നിർവഹിക്കാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ കൊണ്ട് മറ്റുള്ളവർ ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കരുതേ തമ്പുരാനെ. ഞങ്ങളുടെ മരണം മറ്റുള്ളവർ കൊതിക്കുകയും ഞങ്ങൾ കിടന്നിടത്ത് മലമൂത്ര വിസർജനം ചെയ്ത് പ്രയാസപ്പെട്ട് ഇനി ഞങ്ങളെ വാപ്പൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഇനി ഞങ്ങളെ അമ്മൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മക്കൾ കൊതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സാധുക്കളായ ഞങ്ങളെ നീ എത്തിക്കരുതേ തമ്പുരാനെ. ജീവിക്കുന്നിടത്തോളം കാലം ഇസ്സത്തിലും ആഫിയത്തിലും ഞങ്ങളെ നീ ജീവിപ്പിക്കണേ തമ്പുരാനെ. പഠിച്ചോനെ, ജീവിതത്തിൽ ഒരു മരണമുണ്ടല്ലോ, അത് എപ്പോഴാണെന്നറിയില്ല. ഏത് സമയത്തായാലും ഈമാനോട് കൂടെയുള്ള മരണം തരണേ അല്ലാ. തൗബയോട് കൂടെയുള്ള മരണം തരണേ അല്ലാ. ബാധ്യതകളെ തൊട്ട് സലാമത്താക്കി മരിപ്പിക്കണേ റഹ്മാനെ. സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് കലിമ ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ. സ്വാലിഹീങ്ങളായ അർവാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങളെ റൂഹിനെ നീ പിടിക്കണേ തമ്പുരാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളൊക്കെ റോഡിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അല്ലാതെ ഏത് രൂപത്തിലായാലും ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊരു അവസ്ഥ വരാതെ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ സയ്യിദായ റബ്ബേ, ഞങ്ങളൊക്കെ മരിച്ചതിന് ശേഷം ഞങ്ങൾ കിടക്കുന്ന ഇരുട്ടറയാകുന്ന കല്ലറയാകുന്ന ഖബറിടം, അവിടെ ഞങ്ങൾക്കാരുമില്ല. ഞങ്ങൾക്ക് നീ പ്രകാശിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്ത അമലുകൾ ഞങ്ങൾക്ക് നീ തുണയാക്കി തരണേ തമ്പുരാനെ. ഈ പരിശുദ്ധമായ സദസ്സ് ഞങ്ങളെ ഖബറിന്റെ അകത്ത് പ്രകാശം കൊണ്ട് നിറക്കാൻ കാരണമാക്കുന്ന സദസ്സാക്കി തരണേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ അൽ മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ അല്ലാഹ്, ദുനിയാവിൽ ഞങ്ങൾക്ക് എന്ത് വിഷമങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഞങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരാനും ഞങ്ങൾക്ക് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരാനും ഞങ്ങളുടെ ഭാര്യമാരുണ്ട്, കുട്ടികളുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്, ഞങ്ങൾക്കെല്ലാവരും ഉണ്ട്. ഞങ്ങളങ്ങ് കണ്ണടച്ചാൽ ഞങ്ങളെ നീ കൈയൊഴിയരുതേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ തുണയാകണേ തമ്പുരാനെ. പഠിച്ചോനെ, എത്ര കാലം കിടക്കണമെന്നറിയാത്ത ഖബർ ജീവിതം, അത് ദുനിയാവിന്റെ സന്തോഷത്തിനേക്കാളും ഞങ്ങൾക്ക് സന്തോഷമുള്ള വീടാക്കി തരണേ തമ്പുരാനെ. പഠിച്ചോനെ, ഞങ്ങൾ അമ്മയും ബാപ്പയും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. ഞങ്ങൾ ഈ അനുഭവിക്കുന്ന സുഖങ്ങളൊന്നും സുഖിക്കാത്തവരാണ്. അവർക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അവരുടെ ഖബറിടത്തിലുള്ള അവസ്ഥ ഞങ്ങൾക്കറിയില്ല. ഈ പരിശുദ്ധമായ സദസ്സിന്റെ വെളിച്ചം അവരിലേക്ക് ഞങ്ങൾ ഹദിയ ചെയ്യുന്നു. കബൂലാക്കണേ തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെ ഖബറിനെ നീ സ്വർഗത്തിന്റെ തോപ്പാക്കണേ റഹ്മാനെ. വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെയും അവരെയും നിന്റെ റഹ്മത്തിന്റെ വീട്ടിൽ ചേർത്തി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാരോടുകൂടെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരോടുകൂടെ, ഞങ്ങളുടെ ഭാര്യ മക്കളോടുകൂടെ നിന്റെ റഹ്മത്തിന്റെ വീട്ടിൽ ചേർത്തി തരണേ തമ്പുരാനെ. പഠിച്ചോനെ, ആ ഒരു നല്ലൊരു കാര്യത്തിന് സ്വർഗ
സ്വർഗത്തിൽ ചേരാൻ ഈ പരിശുദ്ധമായ സദസ്സ് നീ കാരണമാക്കി തരണേ തമ്പുരാനെ. പഠിച്ചോനെ, ഭയാനകമായ മഹ്ശറ ഞങ്ങൾക്ക് വരാനുണ്ടല്ലോ. ഒരു ചാണകല സൂര്യൻ വരുന്ന ഒരു സമയം ഞങ്ങൾക്ക് വരാനുണ്ടല്ലോ. ഇത് പറഞ്ഞത് കളവ് പറയാത്ത റസൂലുള്ളയാണല്ലോ. പഠിച്ചോനെ, ആ ഒരു സമയത്ത് അർശിന്റെ തണൽ തന്ന് ഞങ്ങളെ സഹായിക്കണേ അല്ലാ. അർശിന്റെ തണൽ തരണേ തമ്പുരാനെ. അതിനുതകുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവരുടെ ശഫാഅത്തുൽ ഉദ്മയിൽ ഞങ്ങളെ ചേർത്തണേ തമ്പുരാനെ. അവിടുത്തെ തൃക്കൈ കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, ദുനിയാവിലോ ആഖിറത്തിലോ വശലാക്കാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ റഹ്മാനെ. സ്വാലിഹീങ്ങളിൽ ചേർത്തണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്നവരിൽ പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളൊക്കെ മരിച്ചതിന് ശേഷം ഖൈർ കൊണ്ട് ദുആ ചെയ്യുന്ന നല്ല മക്കളാക്കണേ തമ്പുരാനെ. അവരുടെ പഠനത്തിൽ നീ പുരോഗതി നൽകണേ റഹ്മാനെ. പരീക്ഷകളിലൊക്കെ വലിയ വിജയം നൽകണേ തമ്പുരാനെ. ആഖിറസമാന്റെ ബലായിനെ തൊട്ട് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ തമ്പുരാനെ. സന്താന സൗഭാഗ്യമില്ലാതെ വേദനിക്കുന്ന എത്രയോ ആളുകൾ പ്രത്യേകം ഇവിടുന്ന് ദ്വാർക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടവരുണ്ട്. ഹലാലായ മാർഗത്തിൽ നല്ല മക്കളെ കൊടുത്ത് സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. തടസ്സങ്ങൾ നീക്കി കൊടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമായ സയ്യിദായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് കടമുള്ളവർ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് ദുആ കൊണ്ടേൽപ്പിച്ചവർ ബഹുമാനപ്പെട്ടവരുടെ സന്നിധാനത്തിൽ വെച്ച് സ്വലാത്ത് ചൊല്ലി പ്രത്യേകം ദുആർക്കണം. അതിലൂടെ ഞങ്ങളുടെ രോഗം സുഖപ്പെടുമെന്ന് വലിയ പ്രതീക്ഷയിലായി ദുആർക്കാൻ പറഞ്ഞ മുഴുവൻ ആളുകൾക്കും നീ പൂർണ്ണമായ ശിഫ നൽകണേ തമ്പുരാനെ. രോഗികൾക്ക് ശിഫ നൽകണേ തമ്പുരാനെ. പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. കടലുള്ളവർക്ക് വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. സാഹിര്യങ്ങളുടെ സിഹറിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തിനെയും ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മാക്കിരീങ്ങളുടെ മക്കറിനെ തൊട്ടും ഐനീങ്ങളുടെ ഐനിനെ തൊട്ടും ഹാസിദീങ്ങളുടെ ഹസദിനെ തൊട്ടും എല്ലാ ഫസാദിന്റെ അഹലുകാരെ തൊട്ടും പഠിച്ചോനെ എല്ലാ ചതിയന്മാരെ തൊട്ടും ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ചതികളൊക്കെ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അവരുടെ കൊതികളൊക്കെയും അവരിലേക്ക് തന്നെ മടക്കി ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തിനെയും രക്ഷപ്പെടുത്തി തരണേ തമ്പുരാനെ. ശാരീരികമായ മാനസികമായ പൈശാചികമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് പൂർണ്ണമായും ശിഫക്കുള്ള കാരണമായി ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമായ സയ്യിദായ റബ്ബ്, റസൂലുള്ളാഹിന്റെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള നാവ് ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. അതിനൊത്തകുന്ന അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അതിലൂടെ ഹബീബിലേക്ക് ചേരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബിനെ നന്നാക്കി തരണേ റഹ്മാനെ. മോശമായ അഴുക്കുകളെ തൊട്ട് ശുദ്ധീകരിക്കണേ തമ്പുരാനെ. വിദേശത്തുള്ള ഞങ്ങളുടെ സഹോദരന്മാർ അവരെ ആഫിയത്തിനെ കാക്കണേ തമ്പുരാനെ. അവർക്ക് പ്രത്യേകമായ ഹിഫ്ളും കാവലും നൽകണേ തമ്പുരാനെ. സന്തോഷത്തിൽ ഒരു പുരന്ന് പോയിട്ട് ഓരോ മയ്യത്ത് പുരയിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ വരാതെ കാക്കണേ തമ്പുരാനെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ.